ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മസാല പോളോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിൻ്റെ മുന്നായിട്ട് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുക, അതിലോളൊന്ന് എനേബിൾ ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഉള്ളിയാണ്, വലിയ ഉള്ളി. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് റൗണ്ടിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളിയാണ്, അത് കുറച്ച് ഇല്ലികളും അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇഞ്ചിയാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുള്ളത് 2 ടൊമാറ്റോ ആണ്, അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മസാലയ്ക്ക് മസാലപ്പൊടികൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട്: ചിക്കൻ മസാല, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടിച്ചതാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പൊടികൾ യൂസ് ചെയ്യാം. പിന്നെ ഇതൊക്കെ നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക, നിങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കി വെക്കണം ആദ്യം തന്നെ. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിലും യൂസ് ആക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് നല്ല ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇഞ്ചിയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടില്ല, അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമുളകിൻ്റെ ഇതിലേക്ക് ഒന്ന് പച്ചമുളക് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരേക്കൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിന് പാകത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഈ ഉള്ളിയിട്ട ആ ഒരു ടൈമിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം, അപ്പോഴേ പെട്ടെന്ന് വാടാൻ നമ്മളെ സഹായിക്കുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവാനായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മളെ കരിവേപ്പിലയും അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളെ മസാലേൻ്റെ നമ്മളതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാല, പിന്നെ കുരുമുളക്, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഗരം മസാല ഇതിലല്ല ഇടേണ്ടത്, അപ്പോൾ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക, എല്ലായിടത്തും എത്തുന്ന രീതിയിലിട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ ഇതിൽ ആഡ് ചെയ്യാം, പക്ഷേ നമ്മൾ ചിക്കൻ എടുത്തിട്ടില്ല, നമ്മൾ എഗ് പോളാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ആ സമയം കൊണ്ട് നമുക്ക് മുട്ട പൊട്ടിച്ചുകൊണ്ട് ഒന്ന് അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. 3 മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ മുട്ട റെഡിയാക്കിയത് അതിലേക്ക് കുറച്ച് അതിൻ്റെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നന്നായി ഇതുപോലെ ചെയ്യുക, ഇളക്കി കൊടുക്കുക, മിക്സാക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗരം മസാല ബാക്കി മുട്ടയിൽ കലക്കി വെച്ച് അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. എനിക്ക് വിസ്ക് വെച്ചോ ഓവൻ വെച്ചൊക്കെ ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, കുറച്ചല്ലേ. അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്കാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ്, നമുക്കൊക്കെ പെട്ടെന്ന് നല്ല ടേസ്റ്റുമാണ്. കാരണം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരമുള്ളതല്ല, അപ്പോൾ നമുക്ക് നല്ലൊരു എരിവൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം, പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ടീസ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായി ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് നമ്മൾ ഒരു പോളയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് 2 പോളോ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇതിന് ഡബിളായിട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. നമ്മളിവിടെ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതൊന്നിങ്ങനെ ടൈറ്റായി കിട്ടുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാവുന്നവരെ. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്തൊരു ഫ്രൈ പാൻ എടുത്തിട്ട് നമ്മൾ ഫ്രീ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളതിലേക്ക് മൈദ സ്പ്രെഡ് ചെയ്യുക. കുറച്ച് മൈദ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചത് നമ്മൾ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതും ഓയിൽ ഗ്രീസ് ചെയ്തതും അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുക്കറൊന്നും എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതെല്ലായിടത്തും ഒരു റൗണ്ട് ഷേപ്പായി കിട്ടും നമുക്ക് ഒരേ ലെവലിൽ. ഇനി നമ്മൾ ഇതിൻ്റെ വിസിൽ ഊരി വെച്ചിട്ടാണ് ഇത് ഒന്ന് അടച്ചെടുക്കുക. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഈസി ആയിട്ട് നമ്മൾ ഇതൊരു 10-20 മിനിറ്റ് വെക്കുക. ആദ്യം ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കതൊരു ആവറേജ് ഫ്ലെയിമിലിടാം. ഇപ്പം നമ്മളൊരു 30 മിനിറ്റ് ആയതിനു ശേഷം നന്നായിട്ടൊന്ന് ആ ഒരു ഭാഗം ആ ഫ്രൈ പാൻ മാറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് മാർഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഓക്കെ, നമ്മളിത് കൊട്ടുകയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലേറ്റോ ഇതിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു പാനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുന്ന ടൈമൊന്നും വേണ്ട, വെറുതെ ഒന്ന് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് മറിച്ചിട്ട് 2 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഒന്ന് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ കുറച്ചൊരു ആവറേജ് ഫ്ലെയിമിലിട്ടിട്ട്. അതിനായിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നമ്മളിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. നമ്മളതൊന്ന് എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.